ഷന്നയ്ക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഷന്നയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാ. അപ്പോൾ നമ്മൾ റെഡി ആവുമ്പോൾ ഇവള് ഡ്രസ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളെ അച്ഛനും അമ്മയുണ്ട്. നമ്മൾ പൂണ വഴി കേക്ക് വയ്ക്കും. പിന്നെ ഷന്നയുടെ വീട്ടിലോട്ട് പോകും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറി P1ലേക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഓൺ ദ വേ ആണ്. ഷന്നെ സർപ്രൈസ് ആവുമെന്ന് നോക്കാം അല്ലേ ഗൈസ്? അച്ഛമ്മൻ്റെ കേക്ക് വാങ്ങിച്ചിട്ട്. ഏത് കേക്കായിരിക്കും ബാത്തു? നമ്മൾ കേക്ക് വാങ്ങിച്ച് കഴിഞ്ഞു. അതിന്റെ പേരാണ് പിസ്താച്ചു. പിസ്താച്ചു അത് മേലെ കാറ്റക്കിലെത്തി ബിരിയാണി കുട്ടമാങ്ക പോയിട്ട് പന്നാകേനെ പന്നാകേനെ മുത്തായരാണ് നിന്നും സൂര്യകനും ചന്ദ്രനാണ് കാലം കാത്ത് വെച്ച രക്ഷകനെ ഞങ്ങൾക്ക് നന്നടിക്കുന്നടെ. ക്ലാസ്സിൽ പോണില്ല എന്നാണ് പറയുന്നത്. ഡാൻസ് ക്ലാസ് ഒന്നുമില്ല നാളെ. അതാ കേക്കും അതൊക്കെ കേൾക്കാൻ പറ്റും. പാത്ത് ചേട്ടന് ഡോറ് തുറക്കുമ്പോ പാത്ത് ഏത് പാട്ടാ പാടുക? അതിനെ അടച്ച ഇവിടെ ഇവിടെ വാ. Happy രഞ്ജനി ഇതുപോലും ഇല്ലേ? അതുകൊണ്ടാണ് അകത്തേക്ക് ഓടിയത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു?
ഇഷ്ടപ്പെട്ടോ? എടി ഇത് നിക്കിയുടെ വകയാണേ. അവളെന്നോട് പ്രത്യേകം പറഞ്ഞതാ ഹാപ്പി ബർത്ത്ഡേ CK എന്ന് എഴുതണമെന്ന്. പക്ഷെ അത് ഞാൻ വിട്ടുപോയി. നമ്മുടെ കുർത്തയ്ക്ക് മാച്ച് സോറി ഡി, ഞാൻ CK എന്ന് എഴുതാൻ മറന്നുപോയി. പക്ഷെ ഞാൻ കേക്ക് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. രഞ്ജു, ആ ഡയലോഗ് ഒന്നുകൂടി പറയണ്ട. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് തന്ന ശരണ്യ എങ്ങനെയുണ്ട്? ഏതിലേക്കാ പറഞ്ഞോളൂ, മരിക്കാണ്ട് പറഞ്ഞോളൂ. ജംബോ സർക്കസ് എന്ന് പറഞ്ഞപ്പോഴേ ഇത് ഫുൾ പച്ചമയാടാ ശരണ്യ. ഇതേ കണ്ടോ, ഞങ്ങള് വെറും കേക്ക് കട്ടിങ്ങിന് മാത്രമായിട്ടല്ല, എന്റർടൈൻമെന്റ് ഉണ്ട്, വിത്ത് എന്റർടൈൻമെന്റ്. ഇത് കഴിഞ്ഞാൽ പത്തിന്റെ ഡാൻസ് ഉണ്ട്, ബെല്ലി ഡാൻസ്. രഞ്ജു ചെല്ലു, ചെല്ലു. അതിന്റെ ആവശ്യം നിന്റെ റോതാമ്പറ നാളൊന്നല്ലോ. ഒരു പരിപാടിക്ക് വിളിച്ച് ആ പരിപാടി നടത്തണം, അല്ലാണ്ട് അതിന്റെ ഇടയില് കാണാൻ പോണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടം. പേടിച്ചിട്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയാ എന്റെ ജീവിതം. രഞ്ജു 2 വാക്ക് പറഞ്ഞ് നമുക്ക് കേക്ക് കടിയാ. നിങ്ങൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണോ? അപ്പൊ അതിനകത്ത് ഇത്ര വിഷമം. ഫസ്റ്റ് ബർത്ത്ഡേക്ക് വിഷു വാവ്, വെറൈറ്റി വെറൈറ്റി. സർപ്രൈസ് മാത്രം. അപ്പൊ ഭാര്യയുടെ ബർത്ത്ഡേ ഒരുമിച്ച് എന്താ പറഞ്ഞാ തല്ലൂട്ടാവും. കത്തിയിലുണ്ട്, നമുക്ക് തൽക്കാലം കേക്ക് കിട്ടിയത്. പാത്തുനെന്തോ പറയാനുള്ളത്? കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ആ സ്ട്രോബെറി കഴിക്കായിരുന്നു. ഞാൻ അതിനുള്ള ഉത്തരം നേരത്തെ പറഞ്ഞു. ഗായു, പെങ്കു, ഗുജൂസ്. സൂപ്പറാണോ? ഓ, അവിടെ ആകെ അടിപിടിയാണല്ലോ. ചോദിച്ചിട്ട് കൊടുക്കാം. അയ്യോ, 2 മിനിറ്റത്തേക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും മിണ്ടില്ല. കുട്ട കൊടുക്കും. നല്ല കേക്ക്. പിടിക്കുന്നൊക്കെ കയ്യിന്ന് പോരുന്നില്ല എന്നൊക്കെ കട്ടവുകള്. അപ്പൊ അത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ എടുത്ത കുഴപ്പമില്ല, കളറാവില്ലേ?
ശരിയാ യെസ് 35 വയസ്സിലേക്ക് കിടക്കുമ്പോ എന്താണ് പറയാനുള്ളത്? 35 വയസ്സായിട്ടില്ല. അതാണ് എനിക്ക് ആദ്യം 34? 3? നോ 33 ഇല്ല. അപ്പൊ അൽഷിമേഴ്സ് ആണോ നിന്റെ? എനിക്ക് 32. ഇവിടെ 33. ഞാൻ 92. ഇവിടെ ഇതാ ഇവിടെ. അതെങ്ങനെ 32? ആ 30 പെട്ടു. പിന്നെ 31, 32. ഞാൻ ഈ കൊല്ലം 38 ആവും. അപ്പൊ നീ ഈ കൊല്ലം 33 6 വയസ്സ് വ്യത്യാസം ഉണ്ട് നമ്മൾ തമ്മില്. 6 വയസ്സാ? 5. ചേച്ചി ഏതാ കൊല്ലം? 86. ഞാൻ 92. 91 നീ. പറഞ്ഞു പറ്റിച്ചതാണല്ലേ. എന്താണ് പാത്തു എന്താണ് പറയാനുള്ളത്? പാത്തു പായലേ വിട ഉപ്പലേ വിട. പല്ല് കാണിക്കും. കിണറ്റിന്റെ ഉള്ളിലെ പോലെ ഉണ്ട്. നല്ല കേക്ക് അല്ലേ? എന്നെ വിളിച്ചു ഒരു 8:15 എന്നിട്ട് ചോദിച്ചു എന്താ പരിപാടി, കേക്ക് കട്ടിങ്ങിന് വരുന്നുണ്ടോന്ന്, കേക്ക് കട്ടിങ്ങിന് പങ്കെടുക്കാൻ വരുന്നുണ്ടോന്ന് എന്താ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്നാ ഓക്കെ. ഞാൻ പറഞ്ഞു രഞ്ജു അവള് ഫോൺ ചെക്ക് ചെയ്യും നിങ്ങളുടെ, അപ്പൊ നമ്പർ ഡിലീറ്റ് ചെയ്തോളാം. അപ്പൊ അതുവഴി അവൾക്ക് മനസ്സിലാവും എന്തോ പരിപാടി ഉണ്ടെന്ന്. അതുകൊണ്ട് മിസ് പായൽ പായലിന് എന്താണ് പറയാനുള്ളത്? പായൽ ചുണ്ടൊക്കെ വീർത്തു വന്നല്ലോ. ഇതിപ്പോ പൊട്ടു. ഇതെന്താ ഇതിപ്പോ പൊട്ടുമല്ലോ. അപ്പൊ ഇതിവിടെ വീർത്തു. അയ്യോ മൂക്കിന്റെ ഉള്ളിൽ നിന്നൊക്കെ പായൽ. ഒരു ചുംബനം ഇങ്ങോട്ടും ഒരു ചുംബനം അങ്ങോട്ടും ആക്കാം. അവസാനമായിട്ട് എന്തെങ്കിലും പറയണ്ടെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? പോണില്ല. ഓക്കെ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ. ഒരു രക്തഹാരം അങ്ങോട്ടും ഒരു രക്തഹാരം. അപ്പോ ഞങ്ങള് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. സർപ്രൈസ് ആയോ? പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ ഇല്ല, നാളെ ഓഫീസും കാര്യങ്ങളുള്ളതുകൊണ്ട് അതാണ്. നമ്മൾ ജയിച്ചു അല്ലേ? അതിന്റെ കോലം നേരത്തെ ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ റെഡി ആയിട്ട്. ശരി. ഞങ്ങൾ വന്നപ്പോ പാണ്ടി അണ്ണന്റെ പോലെ ഒരു കള്ളിനിക്കറൊക്കെ ഇട്ട് നിൽക്കുകയായിരുന്നു ഗൈസ്. അപ്പൊ അതിൽ നിന്ന് ഇതിലേക്ക് ഓക്കെ. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞി സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വലിയ സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, എന്റെ മുദ്ര ശ്രദ്ധിക്കും, സബ്സ്ക്രൈബ്, ബൈ. ബൈ പറയുമ്പോ നോക്കൂ ആ ബാഗിൽ നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടോ? കിട്ടി, ബോധിച്ചു. താങ്ക് യു. പൊട്ടറ്റോ വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ഭാഗ്യം.